നിത്യക്കുട്ടി, ശരത്തെ, അമ്മ നീ ഒന്ന് പുറത്തു നിൽക്ക്. ഞാൻ എന്റെ മരുമകളോടൊന്ന് സംസാരിക്കട്ടെ. തീർക്കരുതേ. ഇല്ലടാ, ഇഞ്ചിഞ്ചായേ തീർക്കും. ഇങ്ങനെ കിടന്നാ മതിയോടി. നിനക്ക് മുകളിലേക്ക് പോകണ്ടേ? മുകളിൽ എന്തെല്ലാം മനോഹരമായ കാഴ്ചകളുണ്ട്. ഞാൻ ചത്തു പറന്നു പോയിട്ടില്ലെങ്കിലും എന്റെ ശ്രാവൺ മോന്റെ ആത്മാവ് എന്റെ കാതിൽ പറഞ്ഞതാ. നക്ഷത്രങ്ങൾ, സൗരയൂഥം, മിൽക്കി വേ, പിന്നെ സ്വർഗവും നരകവും. എന്റെ മോക്ക് സ്വർഗം കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. നീ സ്വർഗത്തെത്തിയിട്ട് വേണം എനിക്ക് ദേവികയെ എന്റെ മരുമകളാക്കിക്കൊണ്ടുപോകാൻ. അവൾക്ക് ഭൂമിയിലൊരു നരകം പണിയും ഞാൻ. അവളുടെ കഴുത്തിൽ എന്റെ ശരത്തുമോൻ ഇടുന്നത് ഒരു പൂമാലയല്ല, തീച്ചങ്ങലയാ. അവള് ദ്രവിച്ച് തീരുന്നത് കണ്ടിട്ടേ ഞാൻ ഈ ഭൂമി വിടൂ. സത്യത്തിൽ എനിക്ക് നിന്നോട് സഹതാപമേ ഉള്ളൂ. ശരത്തിന് ദേവികയിലേക്ക് എത്താൻ ഞാനിട്ടൊരു നടപ്പാലമായിരുന്നു നീ. പക്ഷെ എന്തു ചെയ്യാൻ, നിന്റെ എടുത്തുചാട്ടം നിന്നെ ഇങ്ങനെ കഴുത്തറ്റം പുതപ്പിലാക്കി. ഈ പുതപ്പ് വലിച്ചു പിടിച്ച് പെട്ടെന്ന് നിന്റെ മുഖം മൂടാം. നിന്റെ തൊണ്ടക്കുഴിയിലെ ഈ കുഞ്ഞു പിടപ്പ് ശരത്തെടുത്തോളൂ. അപ്പൊ ശരി, സുഖമരണം തരണേന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മോള് വിശ്രമിച്ചോ. വന്നിട്ട് ഒരുപിടി ചോറുണ്ടാ. ഊണൊന്നും വേണ്ട മുത്തശ്ശി. അല്ല അമ്മ, കഴിച്ചിട്ട് പോയാ മതി. ആദ്യമായിട്ട് വന്നതല്ലേ, പിന്നെ ദേവിക വിളമ്പി തരത്തില്ലേ? അങ്ങനെയാണെങ്കി ഒരു പിടി ചോറുണ്ടേക്കാം. ഓ, വാ വാ വാ.